أسمو وأجتاز السماء جلالا فأزيد أسراب الغيوم جمالا وألون الدنيا بأجمل بسمة وأكون للخير العميم مثالا. നമ്മളിപ്പോൾ അധിക വീട്ടുകാരും എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ 4 ഫോണുണ്ടെങ്കിൽ 4 പേര് 4 മൂലക്കായിരിക്കും. വീട്ടിലുള്ളവർ സംസാരിക്കുന്നില്ല. വീട്ടിൻ്റെ അകത്തുള്ളവർ എന്ത് ചെയ്യുന്നില്ല, അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. ഒരാൾ വീട്ടിലേക്ക് കയറി വന്നാൽ ഇരിക്കുന്ന ആൾ ഫോണിലാണെങ്കിൽ കയറി വന്നത് ആരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു, അല്ലെങ്കിൽ ശ്രദ്ധയില്ലാത്ത, വാപ്പ വന്ന് വിളിച്ചു പോയി എന്നുള്ളത് പോലും, ആ മകൻ വന്ന് വിളിച്ചു പോയിട്ടുണ്ടെന്ന് പോലും വാപ്പ അറിഞ്ഞിട്ടില്ല. അത്രയേറെ ഒരു അശ്രദ്ധയും കെയറിങ്ങും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ ഫോണിൻ്റെ അഡിക്ഷൻ എന്ന് വേണം ശരിക്കും നമുക്ക് പറയാനുള്ളത്. അങ്ങനെ പോകുമ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു ചിന്ത എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫോണൊക്കെ കുറച്ചൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ നിന്നാൽ ഈ പറയപ്പെടുന്ന കുടുംബത്തിനുള്ളിലുള്ള പ്രശ്നങ്ങളൊക്കെ കുറേയൊക്കെ പരിഹാരപ്പെടും. ഈ മക്കളൊക്കെ നമ്മളെ കൂടെ ഉണ്ടാവും. മറ്റതെന്ന് വെച്ചാൽ ഏതായാലും വീട്ടിൽ നമുക്ക് സ്ഥാനം കിട്ടുന്നില്ല. അപ്പം നമുക്ക് സ്ഥാനം തരുന്ന, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് നമുക്ക് തോന്നുന്ന ആളുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ചേക്കേറും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ അടുക്കലേക്ക് വരുന്നവരൊക്കെ ചിലപ്പോൾ വഞ്ചകരായിരിക്കും. ചിലപ്പോൾ നമ്മളെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വരുന്നതായിരിക്കും. പക്ഷെ ഒരു വാപ്പ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ പറ്റില്ലല്ലോ, അങ്ങനെ ചെയ്യുകയില്ലല്ലോ. മകനെ വഞ്ചിക്കാനോ പറ്റിക്കാനോ ശ്രമിക്കില്ലല്ലോ. അപ്പോൾ നമ്മളവിടെ ബോധപൂർവം ആ ഫോണിനൊന്ന് മാറ്റി വെച്ച്, ഇനി ഫോൺ നോക്കണമെങ്കിൽ എന്ത് ചെയ്യുക, വീട്ടിലില്ലാത്ത സമയത്ത് നമ്മൾ മാതൃക ആവല്ലേ ശരിക്ക്. നമ്മൾ ഫോണിലിരുന്നിട്ട് നമ്മൾ കുട്ടികൾക്ക് മാതൃക വേണം. അപ്പോൾ എൻ്റെ മകൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്, അപ്പോൾ ഇത്ര നേരം ഫോൺ ഉണ്ടല്ലോ എൻ്റെ അടുത്തൊന്ന് സംസാരിക്കുമെന്ന് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഞാനും വൈഫും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും മകൻ വന്നിട്ട് ഇടയിൽ സംസാരിക്കൽ. അപ്പോൾ ആ സമയത്ത് ഇത്രയും നേരം അപ്പച്ചി സംസാരിച്ചില്ലേ, ഇനി എൻ്റെ അടുത്ത് സംസാരിക്കുമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു വാങ്ങുന്ന മക്കളും ഉണ്ട്. അൽഹംദുലില്ലാഹ്, അതിലൊക്കെ വലിയ സന്തോഷമാണ്. ഏതായാലും ഇവിടെ ശ്രോതാക്കളോട് പങ്കുവെക്കാനുള്ള, വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ പരമാവധി വീട്ടിലായിരിക്കുന്ന സമയത്ത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കുറച്ചൊന്ന് കുറയ്ക്കാം. എന്നിട്ട് മക്കൾക്ക് മാതൃകയാവുക, മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങൾ കൊടുക്കുക, കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ. ലുക്മാൻ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് വിശുദ്ധ ഖുറാനിൽ പറയുന്നില്ലേ? തീർച്ചയായും വിശുദ്ധ ഖുറാനിൽ ഏകദേശം ഒരു പേജോളം ആ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 31-ാം അധ്യായം 13-ാമത്തെ വചനം മുതലാണ് ആ ഉപദേശങ്ങൾ കൊടുക്കുന്നത്. ആദ്യം അള്ളാഹിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. അവിടെ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ദുനിയാവിൻ്റെ കാര്യം, വലാത്തു ഹദ്ദക്കലിന്നാസ്, ജനങ്ങളുടെ മുമ്പിൽ നീ മുഖം പിന്നെ ചുളിച്ച് നടക്കരുത്. പേഴ്സണാലിറ്റി അതെ, ഒരു മനുഷ്യനെ, അതായത് സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ എങ്ങനെ ജീവിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാൻ്റെ വിഷയത്തിൽ എന്തൊക്കെ കാണിക്കണം, ഉമ്മാൻ്റെ വിഷയത്തിൽ എന്ത് ശ്രദ്ധിക്കണം, അല്ലേ? അതൊക്കെയാണ് കൃത്യമായ ഒരു നിർദ്ദേശം. അവിടെ വിളിക്കുന്ന പോലെ എന്താ, യാ ബുനയ്യ, എൻ്റെ പൊന്നു മോനെ എന്നാണ്. ആ ഒരു സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും വിളികൾ തന്നെ അതിൽ ചിലതുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മക്കളെ ഒന്ന് ചേർത്ത് പിടിക്കണം, ഉമ്മ കൊടുക്കണം. വീട്ടിൽ നിന്ന് പോകുമ്പോൾ വരുമ്പോൾ അവരെ ചേർത്ത് പിടിക്കണം, വിശേഷങ്ങൾ ചോദിക്കണം, സ്കൂളിലെ അവസ്ഥകൾ ചോദിക്കണം. അങ്ങനെ അവരുമായി ഒരു നല്ലൊരു ബോണ്ട് തയ്യാറാക്കിയാൽ, നമുക്ക് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മക്കളെ നമ്മുടെ മക്കളാക്കി, നമ്മുടെ കൺകുളിർമയുള്ള മക്കളാക്കി നീ നൽകണേ എന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഖുറത്ത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന പ്രാർത്ഥന. അപ്പോൾ ആ രൂപത്തിൽ നമുക്ക് കൺകുളിർമയാകണമെങ്കിൽ നമ്മളും ചിലത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചിന്തയായി പ്രേക്ഷകരുടെ മുമ്പിൽ വയ്ക്കാനുള്ളത്. കാരണം ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പ്രയാസങ്ങൾ ഒരുപക്ഷെ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കാത്ത ബഹുഭൂരിപക്ഷം രക്ഷിതാക്കൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം പ്രത്യേകം ശ്രോതാക്കൾ ശ്രദ്ധിക്കണം. ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടവരുണ്ടാകാം, ആ വീഡിയോ കണ്ടവർക്കൊന്നുകൂടി ഈ വിഷയത്തെക്കുറിച്ചുള്ള ബോധ്യം വന്നിട്ടുണ്ടാകും. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ നമ്മുടെ കുടുംബത്തിന് സമയം കൊടുക്കുന്ന, കുടുംബത്തിൻ്റെ കൂടെ നിൽക്കുന്ന, കുടുംബത്തെ ചേർത്ത് പിടിക്കുന്ന, അങ്ങനെ വാല്യൂ ടൈം കൊടുക്കണം എന്നാണ് ഈ ചില കൗൺസിലേഴ്സൊക്കെ പറയണത്. അങ്ങനെയാണ് നമ്മുടെ ബാക്കിയുള്ള സമയമല്ല കൊടുക്കേണ്ട കുടുംബത്തിന്, നമ്മളെ വാല്യൂ ടൈം കൊടുത്താൽ അതിന് വാല്യൂ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒഴിവ് സമയം കൊടുക്കുന്നതിനേക്കാളും നമുക്ക് തിരക്കുള്ള സമയം കുറച്ചൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു പരിഗണനയും സ്നേഹവും, അവർക്ക് തിരിച്ചുള്ള സ്നേഹവും ഒക്കെ കിട്ടാനത് കാരണമാകും എന്ന ഒരു ചിന്ത ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് ജിംഷീർക്ക് ഇതിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ നിങ്ങൾക്ക് സൂചിപ്പിക്കാം. ഇത് നാട്ടിൽ നടക്കുന്ന ഒരു സംഗതിയാണ്.
ഇതിൽ ആദ്യം പറഞ്ഞ മൈൻഡ് ചെയ്യാൻ നേരമില്ലാത്ത, കൂടെ കളിക്കാൻ സമയമല്ലാത്ത, ഒന്ന് ഉമ്മ കൊടുക്കാൻ നേരമില്ലാത്ത ഒരു യാന്ത്രികമായ ഉപ്പയും മകനുമാണ് കൂടുതലുള്ളതെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെ തീർച്ചയായും ഇവിടെ നല്ലൊരു പാഠം നമുക്കുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ മാതൃക. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പേരക്കുട്ടികളുടെ കൂടെ കളിച്ചതും അവർക്ക് ഉമ്മ കൊടുത്തതും ഒക്കെ ഹദീസിൽ നമുക്കെമ്പാടും കാണാൻ കഴിയും. അപ്പോൾ തീർച്ചയായും ആ മാതൃകയിൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട്. ഇന്നത്തെ ചിന്ത പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മനസ്സിൽ വലിയൊരു ചിന്തയായി ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. അല്ലാഹു നമ്മുടെ മക്കളിൽ, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് കൺകുളിർമയും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.